നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSS ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പത്രസമ്മേളനത്തിൽ ഏതാണ്ട് 3/4 മണിക്കൂർ നേരമാണ് RSSും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാചാലനായത്. RSSും CPMുമായി അടിയന്തരാവസ്ഥ കാലത്ത് കൈകോർത്തിരുന്നു എന്ന MV ഗോവിന്ദൻ്റെ പരാമർശം വലിയ അങ്കലാപ്പുണ്ടാക്കിയിരുന്നു. ആ അങ്കലാപ്പ് അല്ലെങ്കിൽ ആ പരുക്ക് ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് പത്രസമ്മേളനം വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയെങ്കിലും സ്വതസിദ്ധമായ ശൈലിയിൽ പിന്നീട് RSSും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാചാലമായതും RSSും CPMും തമ്മിലുള്ള RSSും കോൺഗ്രസും തമ്മിലാണ് കഴിഞ്ഞ 50 വർഷത്തിലധികം കാലം പലതവണ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം ചില രേഖകളും പുസ്തകങ്ങളും ഒക്കെ വെച്ച് വിശദമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു തന്ത്രമുണ്ട്. RSS നേതൃത്വം വളരെ സന്തോഷവാന്മാരാണ് ഇക്കാര്യത്തിൽ നിന്ന് ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ RSSും കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ എന്നുള്ള പ്രചരണം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുക BJPക്കും RSSനുമാണ്. കാരണം കോൺഗ്രസിലെ ഹൈന്ദവ വിശ്വാസികൾ, കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് BJPയോടും താല്പര്യക്കുറവൊന്നുമില്ല. പലരും കോൺഗ്രസിന് വോട്ട് ചെയ്ത പല ആളുകളും ഇപ്പോൾ BJPക്കും വോട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഹൈന്ദവരെ കൂടി, ഹിന്ദു വിഭാഗത്തെ കൂടി BJPയിൽ എത്തിക്കാനുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഈ തന്ത്രം കൈക്കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ RSSന് അത് വളരെ സന്തോഷകരമായിരിക്കും. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പലതവണ RSSുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ RSSുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ ഒരു കോൺഗ്രസ്സുകാരന് BJPക്ക് വോട്ട് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? ഈ ഒരു തന്ത്രമാണ് മുഖ്യമന്ത്രി അവിടെ പ്രയോഗിച്ചതെന്നാണ് പറയുന്നത്. അത് RSSന് വളരെയധികം സന്തോഷകരവുമായി, അവർക്ക് വളരെയധികം ആശ്വാസകരവുമായി. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊള്ളുന്ന പോലെ അത്ര വലിയ മതേതര നിലപാടൊന്നും ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും ഒന്നും കൈക്കൊണ്ടില്ലായിരുന്നുവെന്നും അവർക്ക് RSSുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും RSS പലതവണ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സഹായിച്ചുവെന്നുമാണ് പിണറായി വിജയൻ ചില രേഖകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് BJPക്ക് തന്നെയാണ്. കാരണം കോൺഗ്രസ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികളായ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് RSSനും BJPക്കൊന്നും വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാനും BJPക്കൊപ്പം ചേരാനോ ഇനി അത്ര വലിയ മനസാക്ഷി കുത്തുണ്ടാകേണ്ട കാര്യമില്ല. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം RSSനൊപ്പം നിന്നിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിന്നാലെന്താണെന്നുള്ള RSSൻ്റെ ചോദ്യം ഈ ചാട്ടുളി പോലെയാണ് കോൺഗ്രസിലെ ഹൈന്ദവ വോട്ട് ബാങ്കിന് മുകളിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടാവുന്ന ഹിന്ദു വോട്ടുകൾ കൂടി BJPയിലേക്ക് മാറിപ്പോകാൻ ഇത് സഹായകമാവും. അതേസമയം കോൺഗ്രസിന് പോയിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ അത് വീണ്ടും തിരിഞ്ഞ് ഇടതുമുന്നിലേക്ക് വരാൻ സാധ്യമാവുകയും ചെയ്യും. ഇങ്ങനെയൊരു ദ്വിമുഖ തന്ത്രമാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ പ്രയോഗിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേവലം നിലമ്പൂർ ബൈ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലൊരു ബാലൻസിങ് അല്ലെങ്കിൽ ശാക്തിക ചേരിയിലുള്ള ബലാബലത്തിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി കൂടി ഉദ്ദേശിച്ചാണ് പിണറായി വിജയൻ RSSനെ കുറിച്ച് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യഥാർത്ഥത്തിൽ RSSനെ പൊക്കിയടിക്കുന്ന രീതിയിലുള്ളൊരു പത്രസമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. RSSന് എതിരെയല്ല അദ്ദേഹം പറഞ്ഞു. RSS ഒരു വലിയ സംഭവമായിരുന്നു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ RSSനൊപ്പം കൈകോർത്ത് അവരെ വോട്ട് വാങ്ങി വിജയിച്ചു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അവിടെ മഹത്തരമാക്കപ്പെടുന്നത് RSS ആണെന്ന് കേൾക്കുന്ന ഏത് മണ്ഡലം മനസ്സിലാവും. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി RSSനെ ഉയർത്തിയും കോൺഗ്രസിനെ ഇകഴ്ത്തിയും കോൺഗ്രസിലെ ഹിന്ദുക്കൾക്ക് BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഹൈന്ദവ വിഭാഗങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ BJPക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു മാനസിക സാഹചര്യം ഒരുക്കുക എന്ന് മാത്രമല്ല, കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇനി ഞങ്ങളൊന്ന് മാറി CPMന് വോട്ട് ചെയ്താലെന്താ, കാരണം കോൺഗ്രസ് പണ്ട് മുതലേ RSSുമായി കൈകോർക്കുന്നതല്ല, ഞങ്ങളിനി CPMന് വോട്ട് ചെയ്താലെന്താ കുഴപ്പമെന്ന് മനസ്സിൽ ചിന്തിക്കാനും ഈ ഒരു അവസരം കൃത്യമായി പിണറായി വിജയൻ മുതലെടുത്തു എന്നാണ് RSS നേതൃത്വം വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ പത്രസമ്മേളനത്തിൽ കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധം തുറന്നു കാട്ടുന്ന ഈ പത്രസമ്മേളനത്തിൽ RSS നേതൃത്വം വളരെയധികം സന്തോഷവാന്മാരാണ്.